അങ്ങനെ മത്സരിച്ച് മീൻ പിടിച്ച് നമുക്ക് കുറച്ചധികം മീൻ കിട്ടി, കുറേയൊക്കെ നമ്മൾ തിരിച്ചു വിട്ടു കേട്ടോ. അങ്ങനെ ഇവിടെ വന്നിട്ട് വാട്ടർ റൈഡ്സ് എക്സ്പീരിയൻസ് ചെയ്യാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഒരു കനു എടുത്തിട്ട് ഞങ്ങൾ പോയിട്ടോ. നമ്മൾ അധികം ദൂരമൊന്നും പോയില്ല, ജസ്റ്റ് അടുത്തിരുന്ന് അവനൊരു എക്സ്പീരിയൻസ് നമ്മൾ കൊടുത്തു. ലൈഫ് ജാക്കറ്റ്സ് അത് മസ്റ്റാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് പേര് ഇതുപോലെ മീൻ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ ഇവിടെ വിനുചേട്ടൻ്റെ കലാപരിപാടികൾ തുടങ്ങി. ഈ പാഡിൽ ബോട്ട്സ് ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, അതുകൊണ്ട് അതിൽ നിന്ന് ബാലൻസ് ചെയ്യാൻ തന്നെ കുറച്ച് സമയമെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് വിനുചേട്ടൻ അതിൽ കിടന്നിട്ട് നിന്നിട്ടൊക്കെ പ്രാക്ടീസിങ് ആയിരുന്നു. പിന്നെ ആവേശത്തിൽ ഫഹദ് ഫാസിൽ പറയുന്ന പോലെ ഞാൻ പൂസ, അതുപോലെയായിരുന്നു വിനുചേട്ടൻ്റെ അവസ്ഥ. ഫിഷിംഗ് ബോട്ടും ഈ പാക്കേജിലുള്ളത് കാരണം നമ്മൾ ആ ചാൻസും നമ്മൾ മിസ്സാക്കിയില്ല. ടേൺസ് ആയിട്ട് ഇതുപോലെ അജിത്തേട്ടനാണ് ഞങ്ങളെ കൊണ്ടുപോയോണ്ടിരുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട നമ്മൾ മസാല വരട്ടിയ ചിക്കനൊക്കെ പിടിച്ച് ഗ്രില്ല് ചെയ്തു. പിന്നെ ബാർബിക്യൂ സെക്ഷൻ കാര്യങ്ങളൊക്കെ മിക്കപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നത് അജിത് ചേട്ടൻ തന്നെ കേട്ടോ. പിന്നെ എല്ലാം പ്രാവശ്യത്തെ പോലെ അടിയിൽ അവസാനിക്കുന്ന കുറച്ച് കളികളുമായിട്ടാണ് ഞങ്ങൾ പിന്നീട് സമയം ചെലവാക്കിയത്. പിന്നെ ഹെയ്ഡൂർ നാപ്പ് എടുത്തപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഞാനും ഫിഷിംഗ് ബോട്ടിൽ ചെറിയൊരു റൗണ്ട് അടിച്ചിട്ട് വന്നു. ഞങ്ങൾ എപ്പോൾ ട്രിപ്പ് പോയാലും ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് കേരള ഫുഡ് തന്നെ ആയിരിക്കും. അങ്ങനെ രാവിലെ ഞങ്ങൾ ഇഡ്ഡലിയും ചട്നിയും പിന്നെ ഒരു തക്കാളി ചമ്മന്തിയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ബോഡിക്ക് ആവശ്യമുള്ള എനർജി ഒക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ പയ്യെ എല്ലാവരും വെള്ളത്തിലേക്ക് ഇറങ്ങി തുടങ്ങി. എല്ലാവരും എക്സ്പേർട്സും ആയിട്ടുണ്ടായിരുന്നു. വെള്ളത്തിന് അത്യാവശ്യം ആളുള്ളത് കൊണ്ട് ലൈഫ് ജാക്കറ്റ് ഇട്ട് തന്നെ വെള്ളത്തിൽ മുങ്ങി അടക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് തരായിരുന്നു ഹസ്ബൻഡ്.